പെട്രോളാ വാങ്ങി വെക്കുന്നതാണ് നല്ലത്. ഡെയിലി റേറ്റ് കൂടല്ലേ. ഇന്നത്തെ റേറ്റിന് മേടിച്ചു കഴിഞ്ഞാൽ നാളെ റേറ്റ് കൂടും. അപ്പൊ പിന്നെ നമുക്ക് ഇന്നത്തെ റേറ്റിന് കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ മേടിച്ചു വെക്കണം. നാളെ റേറ്റ് കൂടും. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. പെട്രോളിന്റെ അവസ്ഥ ഉണ്ടല്ലേ, ഇതാ ഇന്നും കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ കൂട്ടലല്ല, വലിയ കൂട്ടലാണ്. നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന മുരളീധരന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര നിലയിൽ കുറയുന്നതിനനുസരിച്ച്, അതായത് പെട്രോളിൻ്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന ഉണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട് ஏற்கனவே 100 ரூபாய்க்கு போயிட்டு ஒரு 4 தடவை போயிட்டு வந்தவங்க இன்னைக்கு 100 ரூபாய்க்கு போட்டா 2 தடவை 3 தடவை தான் போக முடியும். 2 தடவை அவங்களுடைய ட்ரிப் கட் ஆகுது. ಕಾಸು ಎಕನಾಮಿಕ್ ரொம்ப அதிகமான ಸೆಲವುಗಳಾಗುತ್ತೆ. ಕರ್ನಾಟಕ ಸತತ 4ನೇ ಬಾರಿಗೆ ಕೇಂದ್ರ ಸರ್ಕಾರ ಪೆಟ್ರೋಲ್ ಡೀಸೆಲ್ ಬೆಲೆಯನ್ನು ಏರಿಕೆ ಮಾಡಿದೆ. ಮುಖ್ಯವಾಗಿ ತೈಲ ಕಂಪನಿಗಳು ಪೆಟ್ರೋಲ್ ಡೀಸೆಲ್ ಬೆಲೆಯನ್ನು ಏರಿಕೆ ಮಾಡಿವೆ. ಇವತ್ತು ಗುಜರಾತ್ સુરતમાં પેટ્રોલ ડીઝલના ભાવમાં તોતિંગ વધારો. પેટ્રોલ પ્રતિ લિટર 2.60 રૂપિયા મોંઘું થયું છે. തെലുഗു വാഹനദാവളക്കു മല്ലി ഷോക്ക് തകിലിന്തി പെട്രോൾ ഡീസൽ ധരలు മല്ലി പെരുകി. ഇപ്പൊ ഇതിനൊക്കെ പുറമെ ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് സമരങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ടല്ലോ. എല്ലായിടത്തും പ്രശ്നം ഇത് തന്നെയാണ്. പെട്രോൾ അടിക്കുന്നവരോട് ഒന്നേ പറയുള്ളൂ. പണ്ട് നമ്മള് 100 രൂപക്ക് പെട്രോൾ അടിക്കുന്നവൻ രാജാവായിരുന്നു. ബൈക്കിൽ 100 രൂപക്ക് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിക്കുന്ന ആൾക്കൊരു മുഖത്തിരിച്ച് പുഞ്ചിരിയൊക്കെ വിടരും. ഇന്നിപ്പോ 100 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവന് അങ്ങനെ ഒരു നോട്ടം നോക്കും. ആ അവസ്ഥയായി. 100 രൂപക്ക് അടിക്കാൻ ഉദ്ദേശിക്കുന്നവർ 150 രൂപക്ക് അടിക്കുക. കാരണം നാളെ റേറ്റ് കൂടും. നാളെ നിങ്ങള് 100 രൂപക്ക് അടിക്കേണ്ട പെട്രോൾ 150 അടിക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അടുത്തൊരു ഇലക്ഷൻ വരാൻ വേണ്ടി കാത്തിരുന്നോളി. അപ്പോൾ പെട്രോളിന് കുറച്ച്, അതായത് ഇലക്ഷൻ കഴിയുന്നവരെ നമ്മൾ വോട്ട് ചെയ്യുന്ന ആ ടൈം വരെയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നും കാണുന്നില്ല. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, കേരളത്തിൽ എന്തുകൊണ്ട് കുറക്കുന്നില്ല? കേരളത്തിന് കുറക്കാൻ പറ്റുന്നത് കുറക്കാൻ പറ്റുള്ളൂ, ടാക്സ് കുറക്കുന്നത് കുറച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ പെട്രോൾ വലിയൊരു ഡെയിലി റേറ്റ് കൂടുന്നതിന് കേരളത്തിന് ഒരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 5 രൂപയോ 10 രൂപയോ കുറക്കാൻ കഴിഞ്ഞിട്ട് എന്താണ്ട് കാര്യം? എനിക്ക് മനസ്സിലാവണില്ല. കേന്ദ്രത്തിനോട് ചോദിക്കാം. അതിന് നിങ്ങൾ അടികൂടുന്നതിന് നേക്കാൾ നല്ലത്, കേന്ദ്രത്തിലാണല്ലോ നമ്മൾ പെട്രോള് വില വർധന വരുന്നത്, അതെങ്ങനെ കുറക്കാൻ പറ്റും എന്നുള്ള വഴി നോക്കുക.